ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചക്കാലക്കൽ ഹൈസ്കൂളിലാണ്. ഇവിടെ 2004 ബാച്ചിൻ്റെ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. വർഷം തോറും ഇവിടെ നമ്മൾ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കാറുണ്ട്. എന്ത് തന്നെ പറയുകയാണെങ്കിലും നമ്മളെ സ്കൂളിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ച കാലത്ത് ഉള്ള അതേ ഒരു ഫീലാണ്. അതിലേറെ സന്തോഷം തരുന്ന ഒരു ദിനമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. വീണ്ടും ഇങ്ങനെ ഒരു ഇഫ്താർ മീറ്റ് പങ്കെടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പലരും പ്രവാസികളായിട്ട് നമ്മുടെ കൂടെ ഇല്ല. ഏതൊരു പരിപാടി അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ പിറകിലുണ്ടാവും. അവരെ കഠിനാധ്വാനമാണ് വിജയിപ്പിക്കുന്നത്. നമുക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ തന്നെയുള്ള സുഹൃത്താണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ വർഷവും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. നമ്മളെ പരിപാടിയിൽ കുറേ പേര് പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. പലർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നേരത്തെ എത്തിയവർ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. മേശമൊക്കെ പിടിച്ച് റെഡിയാക്കി ഇടുന്നുണ്ട്. ഫ്രൂട്ട്സ് കട്ടിങ് സൈഡ് നടക്കുന്നുണ്ട്. എണ്ണക്കടികളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ജ്യൂസ് പാരുന്നുണ്ട്. ഉള്ള ആളുകളെല്ലാവരും ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരിപാടി ഗംഭീരമായി. ലേഡീസിന് എണ്ണം കുറവായിരുന്നു. അവരും ഉള്ളവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. കുറേ ആൾക്കാരൊക്കെ മാറിയിരുന്ന് തമാശ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അത് എന്ത് പരിപാടിയിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ. നമുക്കുള്ള ഭക്ഷണം ഹൈദരാബാദി ബിരിയാണിയാണ്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ട് കാണുക. കൂടുതൽ സമയമില്ല. എല്ലാവരും തിരക്കിട്ട് അവനവനെ ഏൽപ്പിച്ച പണികൾ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കന് ഫ്രൈ ചെയ്തതും കൂടെ ഉണ്ട്. എല്ലാവരും സീറ്റിൽ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഇതാ കുറച്ച് സമയം കൂടെ ഇനിയുള്ളൂ. അവസാന മിനിറ്റ് പണിയിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും ഇരുന്ന് റെഡിയായി കാരക്കൊക്കെ കയ്യിലെടുത്ത് ഇരിക്കുന്നുണ്ട്. ബാങ്ക് വിളിച്ചു. എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. പലരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കാനായി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കിടിലൻ ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മളെ സുഹൃത്ത് തന്നെയാണ് ഇത് കൊണ്ടുവന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. അവരെ കോൺടാക്ട് നമ്പർ ആവശ്യപ്പെട്ടാൽ തരാം. എല്ലാവർക്കും വിളമ്പതിന് ശേഷം ബാക്കിയുള്ളവർ ഇരുന്നതാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നവരെ കൂട്ടത്തിൽ ഒരു 2-3 കുട്ടികളുണ്ട്. അവർ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്കുള്ള പ്ലേറ്റ് ഇതാ റെഡിയാണ്. ഏതായാലും ഞാനും കഴിക്കട്ടെ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.